ചിറ്റപ്പൻ ചിറ്റപ്പൻ എന്ന് വിളിക്കുന്നത് ഇ.പി. ജയരാജനെയാണ്. പാവം ചിറ്റപ്പൻ പെട്ടുപോയ അവസ്ഥയാണ്. വിശ്വാസവഞ്ചനയാണ് തനിക്കെതിരെ നടന്നത്, തനിക്കെതിരെ പാളയത്തിൽ പടയാണ് എന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനംമാറ്റമല്ല കാണുന്നത്. മനംമാറ്റം ഉണ്ടാകുന്നത് ഒക്ടോബർ 31 ഡൽഹിയിൽ വച്ചുള്ള പിണറായി വിജയൻ, എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി. അദ്ദേഹം പാർട്ടിയിൽ സജീവമായി തുടങ്ങി. എന്തിന് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പി ജയരാജൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പോലും അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ഇരിക്കുന്ന ഇ.പി. ജയരാജൻ്റെ ആത്മകഥ പ്രൂഫൊക്കെ നോക്കി ഒന്ന് ചിട്ടപ്പെടുത്തി കൊടുക്കാൻ ഏൽപ്പിച്ചത് കണ്ണൂരിലെ ദേശാഭിമാനി ലേഖകൻ രഘുനാഥിൻ്റെ കയ്യിലാണ്. രഘുനാഥാണ് ഇത് ചിട്ടപ്പെടുത്തേണ്ട ആൾ. അതായത് പ്രൂഫൊക്കെ നോക്കി ഭാഷയൊക്കെ ഭംഗിയാക്കി കൊടുക്കേണ്ട ആൾ. പ്രസാധകരെ ഒരുപക്ഷെയെങ്കിൽ DC ബുക്സ് പറയുന്നത് പോലെ, ഇ.പി. ജയരാജൻ പറയുന്നത് പോലെ പ്രസാധകരെയൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാകണം, കരാറും ഒപ്പുവെച്ചിട്ടുണ്ടാകണം. ഈ പ്രകാശന തീയതി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കാൻ ഇടയില്ല. അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളും വന്നു തുടങ്ങി. ഇതൊന്നും ഇ.പി. എതിർക്കുന്ന കാര്യങ്ങളുമല്ല. പക്ഷേ ഇതെങ്ങനെ പുറത്തുപോയി? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, കുറേ കാര്യങ്ങൾ, അതായത് ഇ.പി.യുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങൾ, പ്രകാശ് ജാവദേക്കർ വിവാദം, വലിയ ബംഗ്ലാവ് എന്ന വിവാദം, വേദിക റിസോർട്ടുമായുള്ള വിവാദം, അങ്ങനെ എല്ലാ വിവാദങ്ങൾക്കും തന്നെ പാർട്ടി കേട്ടിരുന്നില്ല. തൻ്റെ അഭിപ്രായം ചോദിക്കാതെ ഏകപക്ഷീയമായ നടപടികളുണ്ടായി. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പോലും താൻ എന്തുകൊണ്ട് നീക്കം ചെയ്തു? ജാവദേക്കറിൻ്റെ കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തീരുമാനം വന്നില്ല. അതും 2 വർഷം മുമ്പ് നടന്ന സംഭവത്തെ പെട്ടെന്ന് ഇലക്ഷൻ്റെ ദിവസം പൊട്ടിച്ച് തന്നെ നാറ്റിക്കുകയാണ് ചെയ്തത്. അതിൻ്റെയും നിജസ്ഥിതി ആരും തിരക്കിയില്ല. എപ്പോഴും താൻ തഴയപ്പെടുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിന്ത ആത്മകഥയിൽ വരുന്നത് പ്രശ്നമായി വരില്ല. കാരണം അങ്ങനെയുള്ള ആത്മകഥകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇ.പി.യുടെ ആത്മകഥയിൽ ഇ.പി. എഴുതാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അവിടെയാണ് പ്രശ്നം. ഇ.പി. പറയുന്നത് അതാണ്, ഞാൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം 200 പേജോളം തീർന്നു. അത് ഞാൻ അത് ചിട്ടപ്പെടുത്താനും DTP എടുക്കാനും ഒക്കെയായി വിശ്വസ്തനായ ഒരു മാധ്യമപ്രവർത്തകനെ ഏൽപ്പിച്ചു. ആ വിശ്വസ്തനായ മാധ്യമപ്രവർത്തകൻ്റെ പേരാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നത്, രഘുനാഥ്. അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൻ്റെ കണ്ണൂർ ബ്യൂറോ ചീഫാണ്. അപ്പോൾ ആ ബ്യൂറോ ചീഫ് എന്ത് ചെയ്യണം? അത് പ്രൂഫൊക്കെ നോക്കി ഭംഗിയാക്കി കൊടുക്കണം. പിന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ PB അംഗങ്ങളോ ഒക്കെ വായിച്ചിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുക്കണം. അതാണൊരു ചിട്ട. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഒന്ന്, സരിൻ മറുകണ്ഠം ചാടി വന്ന ആള് ഇലക്ഷൻ ബോംബാക്കി മാറ്റി. ഇ.പി.യുടെ ഇലക്ഷൻ ബോംബാക്കി ചില കഥകൾ കൂടി കുത്തിത്തിരുകി. ഇലക്ഷൻ്റെ അതേ ദിവസം, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന, വിധിയെഴുത്ത് നടക്കുന്ന ദിവസം അത് പബ്ലിഷ് ചെയ്തു. ഇത് ഒരിക്കലും പ്രസാധകൻ ചെയ്യില്ല. DC ബുക്സുമായി അടുപ്പമുള്ള ആളുകൾക്കറിയാം, ഇങ്ങനെ ഒരു ഉള്ളടക്കമുള്ള പുസ്തകത്തിൻ്റെ വിവരങ്ങൾ അവരുടെ ഓഫീസിൽ നിന്ന് ഒരിക്കലും ചോർന്നു പോകില്ല. കാരണം അത് വിവാദമാകുമെന്നറിയാം. കാരണം അത് പൊളിറ്റിക്കൽ ലീഡറിൻ്റെ കരിയറിനെ ബാധിക്കുമെന്നറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം DC ബുക്സിൻ്റെ സാരഥി ശ്രീ രവി പറയുകയുണ്ടായല്ലോ, സാമൂഹിക പ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും ബഹുമാനം സൂക്ഷിക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ DC ബുക്സിൻ്റെ നയം അറിയാം. എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള പുസ്തക പ്രസാധകശാലയാണത്. അങ്ങനെ ഉള്ള ഒരു സംരംഭത്തിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടാകാൻ ഇടയില്ല. അപ്പോൾ ഇത് ചോർന്നത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ്. ഇതെന്തിനു വേണ്ടി ചോർത്തി എന്നതാണ് അടുത്ത സൂചന നൽകുന്നത്. കാരണം ഇദ്ദേഹത്തിന് 75 വയസ്സ് തികയുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാം. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിന് അവിടെ കടന്നുകൂടാം. മുഹമ്മദ് റിയാസും സംഘവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചിലർ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇ.പി.യെ അനഭിമതനാക്കി തന്നെ എപ്പോഴും പുറത്തു നിർത്തുക. അനഭിമതനായി നിൽക്കട്ടെ ഇ.പി. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇ.പി.യെ ഒതുക്കി നിർത്തുക എന്ന താല്പര്യത്തോടു കൂടി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു പോയിരിക്കുന്നത് എന്ന വസ്തുതയാണ് ഇ.പി. ജയരാജൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മനസ്സിൽ കരുതുന്നത് ഇത് നടന്നത് കൊടും ചതിയാണ്, ഇത് ഗൂഢാലോചനയാണ്, ഇത് പുറത്തു കൊണ്ടുവരണം. താൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ, താൻ എഴുതാത്ത കാര്യങ്ങൾ അതിൽ എഴുതി പിടിപ്പിച്ചു വന്നു എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. ആത്മകഥ എഴുതി എന്ന് പറയുന്നത് വാസ്തവം. പക്ഷേ അതിലില്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറയുന്നത് മറ്റൊരു വാസ്തവം. ഇതാര് ചോർത്തി എന്നുള്ളത് DC ബുക്സ് ഒരിക്കലും ചോർത്തില്ല. ഇനിയിപ്പോൾ മാതൃഭൂമിക്ക് കൊടുത്താൽ അവരും ചോർത്തില്ല. കാരണം അതിൻ്റെ കണ്ടന്റ് അങ്ങനെയുള്ളതാണ്. പിന്നെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ ഇത് പ്രസിദ്ധീകരണത്തിന് ഒരിക്കലും കൊടുക്കുകയുമില്ല. അതും വാസ്തവമാണ്. പ്രൂഫൊക്കെ നോക്കാൻ കൊടുത്താലും ഇത് അന്തിമ അനുമതി പാർട്ടിയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയുള്ളൂ. ഇതാണ് പാർട്ടിയുടെ ചിട്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം കൃത്രിമമായി എഴുതി ചേർത്ത് ഇ.പി.യെ അനഭിമതനാക്കി ഒരു കോർണറിൽ ഒതുക്കാൻ ആരോ ശ്രമിച്ചിരിക്കുന്നു. അതെന്തിൻ്റെയോ പേരിൽ. ഒന്നുകിൽ മറ്റാർക്കോ വേണ്ടി
ഈ മാധ്യമപ്രവർത്തകൻ ചെയ്തതാകാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും ഇതിലെന്തെങ്കിലും എഴുതി ചേർത്ത് കൃത്രിമത്വം കാണിച്ചതാകാം. ഏതായാലും EPയെ ചതിക്കുഴിയിൽപ്പെടുത്തി അല്ലെങ്കിൽ വാരിക്കുഴിയിൽപ്പെടുത്തി എന്നും അനഭിമതനായിരിക്കട്ടെ. ആ അനഭിമതനായിരിക്കുന്ന ആൾ കുടിയൊഴിഞ്ഞു പോകുമ്പോൾ ആ കസരയിൽ കയറിയിരിക്കാൻ വെമ്പൽ പൂണ്ട ഏതോ ഒരു രാഷ്ട്രീയ കുബുദ്ധിയുടെ ആസൂത്രണമായിരുന്നു ഈ ഇലക്ഷൻ ദിവസത്തെ ആത്മകഥാ ബോംബ് എന്ന കാര്യം യാതൊരു സംശയവുമില്ലാതെ തെളിയിക്കപ്പെടും. അത് തെളിയിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.